കേരളം എന്നല്ല, ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും കഴിഞ്ഞ ദിവസത്തെ കട്ടപ്പനയിലെ അതിവേഗ കോടതിയുടെ വിധി വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ അമ്മമാരായിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പന അതിവേഗ കോടതിയിൽ നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, അന്ന് ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർജി ഈ എത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം യുവമോർച്ചയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ അവർ ഇവർ രണ്ടുപേരും ഈ വണ്ടിപ്പെരിയാറിൽ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചതെന്താ, ഈ വിഷയം മറ്റൊരു വാളയാർ ആവർത്തിക്കുവാൻ വണ്ടിപ്പെരിയാറിന് സാധ്യതയുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ആരോപിച്ചപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവും നമ്മുടെ നീതി വ്യവസ്ഥ വാളയാർ ആവർത്തിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ പോലീസ് വളരെ മാന്യന്മാരാണ്, കൃത്യമായി അന്വേഷണം നടത്തുമെന്നൊക്കെ നമ്മുടെ പ്രവർത്തകരടക്കമുള്ള ആളുകൾ അത് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ബിജെപിയുടെ ആരോപണം കൃത്യമാക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കട്ടപ്പന കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന വിധി. ആ വിധി എങ്ങനെയാണ് അതിനൊരു കാരണമുണ്ടായത്? ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ CIAമാൻ അദ്ദേഹത്തിന് 2 വീക്ക്നെസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, പാർട്ടി, അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ കട്ടപ്പനയിൽ ഇവിടെ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ കോടതിയെ സമീപിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കഴിഞ്ഞ ദിവസം എന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വളരെയധികം വിഷമത്തോടു കൂടി പറഞ്ഞു, അവരുടെ പേരന്റ്സിനോട് പറഞ്ഞു വെച്ചിരിക്കുക, ബിജെപി നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ വിഷയം ഇവിടെ വാദിച്ചത് എന്ന്, അതുകൊണ്ടാണ് കുട്ടിക്ക് നീതി കിട്ടാതെ പോയത് എന്ന് ഇവിടുത്തെ CPIയുടെ MLA അവരുടെ വീട്ടിൽ ചെന്ന് ധരിപ്പിച്ചിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കും കേരളത്തിൽ നിന്നല്ല ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഞങ്ങൾ സമരവുമായി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സൂചനാ സമരമായാണ് ഭാരതീയ ജനതാ യുവമോർച്ച മറ്റന്നാളുമായി ഇടുക്കിയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ശക്തമായ സമരമായി ഉണ്ടാവും. ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഈ വിഷയത്തിൽ ഇവിടെ സംസാരിക്കുവാൻ വന്നിരിക്കുന്ന ആളുകളെ തന്നെ എടുത്താൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജെപി ഈ വിഷയത്തെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി എടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ്, അദ്ദേഹം ഈ വിഷയത്തെ ദേശീയ തലത്തിൽ വരെ എത്തിക്കുന്ന രീതിയിൽ യുവമോർച്ചയുടെ സമരത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണയും ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ, അതോടൊപ്പം തന്നെ അദീന, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒരുപാട് പേർ ഇവിടെ അണിനിരക്കുന്നുണ്ട്. ഇത് വണ്ടിപ്പെരിയാറിലെ ജനങ്ങളോട് ഒന്ന് മാത്രം പറയുന്നു, ഈ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും പൂർണ്ണമായ പിന്തുണയുണ്ടാകും. ഈ സമരത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പൂർണ്ണമായ പിന്തുണയുമായി ഞങ്ങളുടെ സമരം ഇവിടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ അവர்களാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. മുഴുവൻ പ്രവർത്തകരും എല്ലാവരോടും ഇരിക്കും, റോഡിലിരിക്കും. വെള്ളം
ബഹുമാനായ അധ്യക്ഷൻ യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിഷ്ണു, പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്രീ ശ്യാംരാജ്, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജലീൽ, മറ്റ് പ്രിയ സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ സമരത്തിന്റെ ഉദ്ദേശം വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് കേരളം തലകുലിച്ചു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ നമ്പർ 1 കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. വാളയാർ കേസ് എങ്ങനെയാണോ അട്ടിമറിച്ചത്, CPM-കാരായിട്ടുള്ള പ്രതികൾ വാളയാറിൽ 2 പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതിനെ എങ്ങനെയാണോ ആത്മഹത്യയാക്കി മാറ്റി അട്ടിമറിച്ചത്, അതേ മാതൃകയിലാണ് വണ്ടിപ്പെരിയാറിലെ കേസും CPM നേതൃത്വം അട്ടിമറിച്ചിട്ടുള്ളത്. അവർക്കത് പുത്തരിയല്ല. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ ഒരു പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നിട്ട്, ബലാത്സംഗം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾക്കും വിഷമമുണ്ട്. കാരണം 6 വയസ്സാണ്, പാൽമണം മാറാത്ത പിഞ്ചു കുട്ടിയാണ്. ആ കുട്ടിയാണ് വലിച്ചു കീറി കൊന്ന് കെട്ടിത്തൂക്കിയത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ. ആ ഡിവൈഎഫ്ഐക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പട്ടികജാതി കുടുംബത്തിന് നീതി നിഷേധിച്ചു. കേരളത്തിലെ മുഴുവൻ ദലിത് സമൂഹത്തോടും കൊടിയ വഞ്ചനയാണ് CPM-ന്റെ നേതാക്കന്മാരും ഈ ഗവൺമെന്റും കാട്ടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ദലിത് വഞ്ചനയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു, അവഹേളിച്ചിരിക്കുന്നു. എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു, പക്ഷെ ഒരു തെളിവും കോടതിയിലെത്തിയില്ല. എല്ലാ തെളിവും ഉണ്ടായിരുന്നു, ഒരു തെളിവും കോടതിയിലെത്തിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എത്ര രൂക്ഷമായിട്ടാണ് വിചാരണ കോടതി നിരീക്ഷണം നടത്തിയത്. ഇവിടുത്തെ CI സുനിൽകുമാർ, അദ്ദേഹമാണല്ലോ കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ പറ്റി, അദ്ദേഹം തെളിവുകൾ നശിപ്പിച്ചതിനെ പറ്റി കോടതി എത്ര വിശദമായാണ് പറഞ്ഞത്. ഇന്നും ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുന്നു എന്നുള്ളത് ഈ കേരളത്തിന് അപമാനമാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ കേസ് CPM-ന്റെ അച്ചാരം വാങ്ങി അട്ടിമറിച്ചത് ഈ സുനിൽകുമാറാണ്. അദ്ദേഹത്തെ കോടതിയുടെ പരാമർശം വന്ന അന്ന് ഈ സർവീസിൽ നിന്നും പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ CPM-ന്റെ നേതാക്കന്മാർ, ഇടതു സർക്കാർ പാരിതോഷികം കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും വാഴിക്കാൻ വേണ്ടി പോവുകയാണ്. സുനിൽകുമാർ വെളിയിലിറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് അറിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിത്തൂക്കി ബലാത്സംഗം ചെയ്ത് കൊന്നവന്മാരെ ഇന്ന് നിർബാധം പുറത്തിറങ്ങാനുള്ള വഴിയൊരുക്കിയത് ഈ സുനിൽകുമാറും ഈ നിൽക്കുന്ന ഗ്യാമാമാരുമാണ്. നമ്മുടെ കയ്യില് ആയുധങ്ങളില്ല, നമ്മൾ നിരായുധരാണ്. നമ്മളൊരു സമരവുമായി ഇവിടെ വന്നപ്പോ എത്രയാ സന്നാഹം കണ്ടില്ലേ? ബാരിക്കേഡ്, തോക്ക്, വടി, ലാത്തി. ഈ നട്ടലില്ലാത്തവന്മാർ നമ്മളെ പേടിപ്പിക്കാനായി ലാത്തിയുമായി നിൽക്കുകയാണ്. ഈ പോലീസുകാർക്ക് അവന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ കനം ഇവരുടെയൊക്കെ നട്ടലിനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നവൻ പുറത്തിറങ്ങലായിരുന്നു. ഇത് നമ്മുടെ മുന്നിൽ ഒരു വലിയ അപമാനമായി നിൽക്കുന്നു. ഇത്രയും വേഗം ഈ പട്ടികജാതി പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം വലിയ പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിലുണ്ടാകും. ഇന്നലെ ഒരു മാധ്യമത്തിൽ നമ്മുടെ ഈ പ്രതി, ഈ പീഡനക്കാരൻ, ഈ കൊലപാതകി, ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ, അവരിരുന്ന് വലിയ സാത്വികനായിട്ടൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ ഒരു കാര്യം, CPM-കാർക്ക് ഇവൻ പുണ്യവാളനായിരിക്കും, ഇവിടത്തെ ചില മാധ്യമങ്ങൾക്കും ഇവൻ പുണ്യവാളനായിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക്, യുവമോർച്ചയ്ക്കും അവൻ ഈ കേരളത്തിലെ ഒരു പാവപ്പെട്ട പട്ടികജാതി പെൺകുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയ കൊടും ക്രിമിനലാണ്. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കും അറിയാം. ഇപ്പോ തെളിവുകൾ നശിപ്പിച്ച് പുറത്തിറങ്ങി വിലസാനാണ് ഈ പ്രതിയുടെ ഭാവമെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാവും. യാതൊരു സംശയവും വേണ്ട അതിനകത്ത്. ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ, ഇത്തരത്തിലുള്ള പീഡനവീരന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കാനാണ് പോലീസിന്റെയും ചില മാധ്യമങ്ങളുടെയും
സർക്കാരിന്റെയും നടപടിയെങ്കിൽ ജനകീയമായി തന്നെ തെരുവുകളിൽ ഇവരെയൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറാണ്. ഒരു സംശയവും വേണ്ട. എത്ര തെരുവുകളുണ്ടായിരുന്നു? കോടതി അക്കമിട്ട് പറഞ്ഞില്ലേ, ഈ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ സുനിൽകുമാർ അന്വേഷണത്തിന് പോയത്. സാങ്കേതിക തെളിവുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ രോമങ്ങൾ ഉണ്ടായിരുന്നു, ആ ഷീറ്റിൽ സ്രവമുണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുപോലും പരിശോധിച്ച് കൃത്യമായി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ എന്റെ പോലീസിന് കഴിഞ്ഞില്ല. എന്നെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഈ ഗതിയിൽ അന്വേഷണം നടത്താതിരുന്നത്? വാഴൂർ സോമൻ എംഎൽഎയുടെ ഇടപെടൽ എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ തുടക്കത്തിൽ ഈ പെൺകുട്ടിയെ കൊന്നു കെട്ടിത്തൂക്കിയ അന്ന് പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാൻ വാഴൂർ സോമൻ നടത്തിയ ഇടപെടലുകൾ ഈ നാട്ടിൽ പാട്ടാണ്. അവസാനം നിർബന്ധത്തിന് വഴങ്ങി അവിടെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്താണ് കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ഈ പെൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയായിരുന്നു എന്ന് ഇവിടെ പുറത്ത് വിവരം വന്നത്. സിപിഐയുടെയും സിപിഎമ്മിന്റെയും നേതാക്കന്മാർ, ഇടതുപക്ഷ ഗവൺമെന്റ്, അവരാണ് ഈ കേസ് അട്ടിമറിച്ചത്. എന്ത് മാന്യതയാണ്, എന്ത് മര്യാദയാണ്! ഒരു പാവപ്പെട്ട പിഞ്ചു കുട്ടിയെ കെട്ടിത്തൂക്കി ബലാത്കാരം ചെയ്ത് കൊന്നിട്ട് ആ പ്രതിക്ക് വേണ്ടി ഇറങ്ങാൻ ഈ നാട്ടിലെ ഗവൺമെന്റ്, ഈ നാട്ടിലെ മന്ത്രിമാർ, ഈ നാട്ടിലെ MLA, സിപിഎമ്മിന്റെ നേതാക്കന്മാർ, സിപിഐയുടെ നേതാക്കന്മാർ, ഇവിടെ അടിയന്തരമായി പരിഹാരമുണ്ടാകണം. ഇവിടെ പുനഃപരിശോധന സംബന്ധിച്ച്, പുനരന്വേഷണത്തെ സംബന്ധിച്ച് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോലീസ് നേതൃത്വവും ആലോചിക്കണം. അപ്പീൽ കൊടുക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി തയ്യാറാകണം. കുറ്റക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. എന്നായിരുന്നാലും പെൺകുട്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇവനല്ലെങ്കിൽ ആരാ കൊന്നത്? പോലീസ് പറയട്ടെ. ഈ പെൺകുട്ടിയെ കൊന്നത് അർജുൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരനല്ല എങ്കിൽ ആരെന്ന് പറയാനുള്ള ബാധ്യതയും ഇവിടുത്തെ പോലീസിനില്ലേ? നിങ്ങളെന്താ അത് പറയാത്തത്? ആരാ ഈ പെൺകുട്ടിയെ കൊന്നത്? പെൺകുട്ടി ജീവനോടെ ഇപ്പോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ആ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമല്ലേ? അപ്പൊ അതിലെ പ്രതി ആരാ? ഈ പോലീസുകാരൊക്കെ തൊപ്പിയും താഴെ വെച്ച് പാടി നിർത്തി വീട്ടിൽ പോയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഇതിവിടെ അവസാനിക്കില്ല. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും ഈ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്ന് ഓർമ്മിച്ചാൽ ഇവിടുത്തെ പോലീസുകാർക്കും സിപിഐ നേതാക്കന്മാർക്കും സിപിഎം നേതാക്കന്മാർക്കും നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഈ കുട്ടിക്ക് നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്രയും വേഗം ഇതിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും തയ്യാറാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. ഇന്നത്തെ ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ വിഷ്ണു പുതിയടത്ത്, നമ്മുടെ ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുധീർ അവർകൾ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദിലീപ് ദിനേശ്, ഇവിടെ കൂടിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെയും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ നമസ്കാരം. ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇങ്ങ് വണ്ടിപ്പെരിയാറിൽ മാത്രമല്ല തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോട്ടും കൊച്ചിയിലുമെല്ലാം അനവധി സമരം നടത്തിയിട്ടുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയെയും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഈ കാക്കിയിട്ട് തലയില് ഹെൽമറ്റും വെച്ച് നിൽക്കുന്ന ഈ പോലീസുകാരുണ്ടല്ലോ, ഈ പോലീസുകാരൊന്നും പോരാതെ വരും ഞങ്ങളെ ഇത്രയാളുകളെ തടയണമെങ്കിൽ എന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരു അക്രമ സമരത്തിനല്ല വന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു അക്രമം തന്നെയാണുള്ളത്. സാമൂഹികമായിട്ടുള്ള അക്രമ സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരെന്ന് സ്വയം നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി കൊലപ്പെടുത്തിയിട്ടും ആ കൊലപ്പെടുത്തിയ നരാധവനോട് ശിക്ഷ വാങ്ങി കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോലും ഇവിടുത്തെ പോലീസുകാർക്ക് തയ്യാറായില്ലെങ്കിൽ അതേതെങ്കിലും ഒരു വ്യക്തിയല്ല, അത് ഈ കേരളത്തിലെ പോലീസ് സംവിധാനം തന്നെയാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ പാപക്കറ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ലാത്തിയുമായി ഞങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുവാൻ വേണ്ടിയിട്ട്.
കേരളത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ, കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ, കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പോസ്റ്റർ ബോയ്കളാക്കുന്ന പരിപാടിയാണ് കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ നേതാവ് പ്രസംഗിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുന്നതായിക്കോട്ടെ, ഇവിടുത്തെ ദളിതർക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതാണെന്ന് അവർ പറയും. ഇവിടുത്തെ ദളിതർക്ക് നെഞ്ചുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സർക്കാരാണെന്ന് പറയും. പക്ഷേ അതേ ഇടതുപക്ഷത്തിന്റെ സർക്കാർ തന്നെ, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ തന്നെ, അതേ CPM-ന്റെ സർക്കാർ തന്നെ ഭരിക്കുമ്പോഴാണ് ഈ വണ്ടിപ്പെരിയാർ ഈ പെൺകുട്ടിക്ക് ദാരുണമായിട്ടുള്ള ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഇതേ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെയാണ് വാളയാറിലെ പെൺകുട്ടികൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള രീതിയിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇതേ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെയാണ് വിശ്വനാഥൻ എന്ന് പറയുന്ന വയനാട്ടിലെ പാവപ്പെട്ട ഒരു ആദിവാസി യുവാവിന് ഒരു മുഴുവൻ കയറില് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം തൂങ്ങി മരിക്കേണ്ടി വന്നത്. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ തന്നെയാണ് ഒരു പിടി ഭക്ഷണം മോഷിച്ചു എന്നുള്ള കുറ്റം കൊണ്ട് മധുവിനെ ആൾക്കൂട്ടം കൊലപാതകം നടത്തിയത്. ഇതേ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതേ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെയാണ് തൃശൂർ ഏങ്ങണ്ടിയൂരുള്ള വിനായകൻ എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ അവൻ മുടി നീട്ടി വളർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസുകാർ അരികൊല ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ പോലീസുകാരോടും ഇന്നാട്ടിലെ സർക്കാരിനോടും ഞങ്ങൾക്ക് ഒന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അഷ്ടിക്ക് ഭാഗിയില്ലാത്ത ദളിതരെ, പട്ടികജാതി വിഭാഗപ്പെട്ടവരെ, ആദിവാസികളെ പോസ്റ്റർ ബോയ്കളാക്കുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അനവധിയായിട്ടുള്ള വിഷയങ്ങളാണ്, ഇത് മാത്രമൊന്നുമല്ല. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു വിഷയത്തിൽ ഇനി കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാതെ വയ്യ. സംസ്ഥാന സർക്കാർ പറയുകയാണ് അവർ അപ്പീലിന് പോകുമെന്ന്. എന്ത് അപ്പീല്? ഇതേ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് ഇതേ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അതേ സർക്കാർ പറയുകയാണ് ഈ കേസിനെതിരെ അപ്പീൽ പോകുമെന്ന്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് ജനങ്ങളുടെ രോഷം തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അതുകൊണ്ട് ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട്, ഇന്നാട്ടിലെ ദളിതർക്ക് വഴി നടക്കുവാൻ വേണ്ടിയിട്ട്, ശാശ്വതമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും മുമ്പോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമയത്ത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അജിത്തെ പ്രതിഷേധം ആരായാലും വേണ്ടില്ല, പാലിക്കുള്ളിൽ സഖാക്കളെങ്കിൽ
ജയകുമാറിനെ
മര്യാദയ്ക്ക് പറഞ്ഞില്ല അവരോട് അറസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. താളുണ്ടോ?
അന്നൊക്കെ 1 മണിക്കൂർ ട്രാഫിക്കല്ലേ ഒറ്റ മണിക്കൂർ ആരെയോ വണ്ടി പോകണ്ടേ ഇല്ലല്ല ഇറക്കിയാ ചെറുക്കിയാ ആർത്തിക്കാരെല്ലാരും പോരെ
സന്തോഷം വിളിച്ച അവരെ വിളിച്ച് വാ 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 സന്തോഷം അവരെ എന്നാ വിട്ട ചെല്ലു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. ശരി വാ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പരിപാടി കഴിഞ്ഞപ്പോ പോലീസുകാരോട് താങ്ക് യു കേട്ടോ. കാരണം കൊടുക്കും